ചിന്താഗതി മാറേണ്ട. എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം വെച്ചാൽ ഇപ്പൊ ഇൻസ്റ്റയിലേക്ക് ഒരുപാട് മെസ്സേജസും കാര്യങ്ങളും വരാറുണ്ട്. വീൽ ചെയറുള്ളവർ തന്നെ, പല ഡിസേബിൾ ആയ ആൾക്കാർ തന്നെ. എന്റെ അസുഖം തന്നെയല്ല, ചേട്ടാ ഭയങ്കര സന്തോഷമാണ് ചേട്ടന്റെ വീഡിയോ ട്രാവലിംഗ് കാണുമ്പോഴൊക്കെ. പക്ഷെ എന്നെ കൊണ്ടുപോകാൻ ഇതുപോലെ ആരുമില്ല ചേട്ടാ. ഞാൻ വീട്ടിൽ തന്നെയാണ്, എനിക്ക് ഇതുപോലെ ഫ്രണ്ട്സ് ഒന്നും ഇല്ല, ചേട്ടനെ പറ്റി എന്നെ കൊണ്ടുപോകാൻ പറ്റുമോ? നമുക്ക് പരമാവധി നമുക്കൊരു ലിമിറ്റേഷൻ ഉണ്ടാവും. ആ ലോങ് ആയിരിക്കും അവര്. അപ്പൊ നമ്മള് പറയും ആടാ നമുക്കൊരു തീർച്ചയായിട്ടും ഒരു അവസരം പറ്റി കഴിഞ്ഞാൽ കൊണ്ടുപോകാന്നുള്ള ഒരു ഇത് തന്നെയാണ്. അപ്പൊ ഈ ഒരു ഞാൻ പാലിക്കണെന്ന് വെച്ച് കഴിഞ്ഞാല് കുറച്ചാളുമ്പോ ഇതിന്റെ ഒരു ഓർഗനൈസേഷൻസ് പോലെ വന്നിട്ട് കുറച്ച് പിള്ളേർ ഇതുപോലെ ഫ്രണ്ട്സ് സർക്കിൾ വന്നിട്ട് ഇവന്റ് കണ്ടക്ട് ചെയ്തിട്ട് ഇവരെ കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ നല്ലൊരു സംഭവമായിരിക്കും അത്. അതിപ്പോ ഞാൻ മാത്രം കണ്ടെടുത്തിട്ട് കാര്യമില്ല. അപ്പൊ അത് അങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞാല് ഇങ്ങനെയുള്ള കുറച്ച് പിള്ളേരെ ആഗ്രഹങ്ങൾ നമുക്ക് ഡ്രീം അച്ചീവ് ചെയ്യാൻ പറ്റുമല്ലേ, മാറ്റുണ്ടാക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ. പിന്നെ ജീവൻ എന്ന് പറയുന്നത് ഒരു ഗെയിമിങ്ങിന്റെ ഒരു ഇതുണ്ട്, അതിനെപ്പറ്റി ഷോപ്പ് ഉണ്ട്. അതായത് നമ്മൾ ഇതുപോലെ സ്ഥലം പെരിഞ്ഞനം തന്നെ ബീച്ച് റോഡ് പോണ വഴി, പേരും കൂടി പേര് ഹാങ് ഓർ ഗെയിമിംഗ് ഹബ്ബ്. അപ്പൊ അത് ഇതുപോലെ നമ്മള് വീട്ടിലിരുന്ന് ഇങ്ങനെ എഡിറ്റിംഗ് പരിപാടി മാത്രമായിരുന്നു ഞാൻ. അപ്പൊ അത് കഴിഞ്ഞുള്ള സമയങ്ങളിൽ വെറുതെ ഇരിക്കുമ്പോ ജയിച്ചാളിനും ഒരു ആശയം തന്നാണ് ഇങ്ങനെ ബിസിനസ് തുടങ്ങാം, സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങാം. വീട്ടിൽ മാത്രം ഇരിക്കണ്ടല്ലോ, എഡിറ്റിംഗ് പരിപാടി മാത്രം. പിന്നെ ഈ ഇടയ്ക്ക് പിള്ളേരൊപ്പം ട്രിപ്പും കാര്യം പോകുമ്പോഴും എന്തായാലും എൻഗേജിങ് ആയിരിക്കാണല്ലോ എപ്പോഴും നല്ലത്. അങ്ങനെ അപ്പൊ ഒരു പുതിയൊരു സംഭവമായിട്ട് ഇങ്ങനെ തുടങ്ങിയാണ് നമ്മളവിടെ ഗെയിം ഹബ്ബ്. അപ്പൊ കുഴപ്പമില്ലാണ്ട് ഇപ്പൊ പിള്ളേർക്ക് ഇങ്ങനെ സിറ്റി അല്ലല്ലോ ഒന്നാമത്, അപ്പൊ ഇങ്ങനെ അറിഞ്ഞു വരുന്നുണ്ട്, അപ്പൊ തോണാവുന്നുണ്ട്. അത് നല്ലൊരു സന്തോഷം നമുക്ക്. ആൾക്കാരൊക്കെ കഴിഞ്ഞാല് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഒരു സ്ഥലത്ത് പിള്ളേർക്ക് അറിയണവരുണ്ട്, എന്നാലും കുറെ പിള്ളേർക്ക് ഇത് എന്താ സംഭവം ഇപ്പോഴും അറിയില്ല. അല്ല ഇതില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കരിയർ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. ഇപ്പൊ കൊറേ ഇവിടെ ഉണ്ട്, നമ്മളെ എറിയാടൊക്കെ ഉണ്ട് ഇതുപോലെ. നമ്മുടെ കണ്ടിട്ട് കുറെ പേര് ഇപ്പൊ വന്നിട്ട് തുടങ്ങിയിട്ടുണ്ട് പ്ലേ സ്റ്റേഷനിൽ PS5 ഗെയിം കളിക്കുന്ന സംഭവം തന്നെ. അപ്പൊ ഇതിന് പറഞ്ഞു നമുക്ക് ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഇതുപോലെ ഭയങ്കര സന്തോഷം അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കുറെ സ്ഥലങ്ങളിൽ പോയിട്ട് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ നിങ്ങളുടെ അടുത്ത് തന്നെ എനിക്കിപ്പോ ഇത് നിങ്ങള് എടുത്ത് പറയണേക്കാളും കൂടുതൽ സന്തോഷം ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോ ഇട്ടിട്ട് 4 ആളത് അറിയും എന്റെ ലൈഫ് ഇങ്ങനെയാണ് പോണത്. അപ്പൊ അത് അവർക്കൊരു ഇൻസ്പിറേഷൻ കിട്ടണം, എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. ഇപ്പൊ എനിക്കെന്ന് വെച്ചപ്പോ നീ ഒരു വീഡിയോ ഇട്ട് നിനക്കെതിരെ നെഗറ്റീവ് ഒരു ഇത്, അപ്പൊ അതിനെ പറ്റി എന്താണ് അതിന്റെ അതിന് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനൊരു ഇന്റർവ്യൂ ജിഞ്ചർമീഡ് ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അതിന്റെ ഇടയിൽ നിന്ന് ഒരു കട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പൊ അത്യാവശ്യം സപ്പോർട്ട് ഉണ്ട്, അപ്പൊ ഇനി നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ സാധനം ഇട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഇടയിൽ ഒരാൾ വന്ന് കമന്റ് ഇട്ടു, നീ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല, നിന്റെ കൂട്ടുകാരാണ് ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഇട്ടു. അപ്പൊ ഞാൻ റിപ്ലൈ കൊടുത്തപ്പോൾ അവന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ തന്നെ ഒരു മറുപടിയാണ് വന്നത്. അപ്പൊ ഞാൻ വിചാരിച്ച് ഈ റിപ്ലൈ ഇട്ട് എടുത്തപ്പോ കമന്റ് ബോക്സിൽ ഇട്ട് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ശരിയാണ്, എന്റെ കൂട്ടുകാരൻ തന്നെയാണ് എന്റെ നട്ടല് ബലം. പക്ഷെ ഞാൻ ഒരു മൈൻഡ് സെറ്റ് ഉള്ളതുകൊണ്ടാണല്ലോ ഇവര് എന്റെ നിൽക്കണത്. പിന്നെ പറഞ്ഞാല് ഇതുപോലത്തെ ഒരു കൂട്ടുകാരെ കിട്ടാന്നുള്ളത് വലിയ കാര്യമാണ്. ഇപ്പൊ ഈ കമന്റ് ഇട്ടവനുണ്ടല്ലേ, അവനുണ്ടാവില്ല ഇങ്ങനത്തെ കൂട്ടുകാർ. ഞാൻ പറഞ്ഞുതരാം ഇതിന്റെ ബാക്ക് സ്റ്റോറി ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഞാന് പിള്ളേർ എപ്പോഴും പറയും ഇപ്പൊ ഹരിയർ ഫോർട്ട് പോവാണെങ്കിൽ ഞാനിപ്പോ ഡൗൺ ആയിട്ട് ഇരിക്കണ അയ്യോ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇതൊന്നും നടന്നിട്ടുണ്ടാവില്ല ലൈഫില്. നമ്മളൊരു ഇനിഷ്യേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് ഒരു ബലം ഉണ്ടാവും. അപ്പൊ ഞാൻ ഇങ്ങനെ ചെയ്തൊരു വീഡിയോ ഇട്ടപ്പോ അത് കഴിഞ്ഞ് കുറച്ച് ആളതിന്റെ അതിന്റെ അടിയിൽ വന്ന് കമന്റ് ഇട്ടു, സോറി ബ്രോ നിങ്ങൾ അടിപൊളിയാണ്, ആള് ഇതുപോലെ എന്തോ നട്ടലിന് എന്തോ സ്പൈനൽ ഇഞ്ചുറി കഴിഞ്ഞിട്ട് ഇരിക്കുന്ന വീൽ ചെയറിലാണ്. ആ ഫ്രസ്ട്രേഷനിൽ ഇട്ടാണ് ആൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഈ അവസ്ഥയിൽ ഇരുന്നിട്ട് എല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട്, സോറി എന്ന് പറഞ്ഞിട്ട് ആൾ മെസ്സേജ് ഇട്ടു. ഞാൻ പറഞ്ഞ ഒരിക്കലും ഫ്രസ്ട്രേഷൻ കാണിക്കരുത്, അവർക്കൊരു സന്തോഷമാണ് വേണ്ടത്. വീൽ ചെയറിൽ ഇരുന്നാലും ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നല്ലേ ഞാൻ കാണിച്ചു കൊടുത്തത് അവർക്ക്. അപ്പൊ അത് ആള് തെറ്റ് മനസ്സിലായിട്ട് ആൾ എന്റെ അടുത്ത് സോറി പറഞ്ഞു. ഫ്രണ്ട്സിന്റെ കാര്യം പറഞ്ഞ ഫാമിലി ഞാൻ കുറച്ച് നോക്കിയിരുന്നു, പ്രൊഫൈൽ നോക്കിയ സമയത്ത് അമ്മ ഭയങ്കരമായിട്ട് ഭയങ്കര സപ്പോർട്ടാണ്. എനിക്കറിയാലോ കോളേജിൽ പഠിക്കുമ്പോ തന്നെ അമ്മേനെ എന്നെ കൊണ്ടാക്കും, എന്ത് വീട്ടിൽ വരും പറയാ ഭയങ്കര. നമ്മ വീട്ടിൽ വന്നാലും നമ്മളെ സ്വന്തം മക്കളെ പോലെ ഇവനെ പോലെ തന്നെയാണ് നമ്മളെ കെയർ ചെയ്യണം. ഞാൻ ഇവന്റെ വീട്ടിൽ തന്നെയായിരുന്നു. ഭയങ്കര സന്തോഷം ആ കാര്യത്തില്. പിന്നെ ചേച്ചിയും ട്വിൻ സിസ്റ്റർ അളിയനൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. ട്രിപ്പ് പോകണമെങ്കിൽ അവർ പോയിട്ട് എല്ലാം ഭാഗത്തുനിന്ന് ഫിനാൻഷ്യലി ഒരു ഭയങ്കര സപ്പോർട്ടാണ് എനിക്ക്. ഇത് 12 വയസ്സിലെന്ത് ഇതിന്റെ മസ്കുലർ ഡിസ്ട്രോഫി എന്ന് പറഞ്ഞ അസുഖമാണ് എന്റെ. അപ്പൊ അത് ഞാൻ നിന്നെ എപ്പോഴാ ഫസ്റ്റ് കാണുന്ന അറിയോ? ഞങ്ങൾ +2 പഠിക്കുമ്പോ നിങ്ങക്ക് ഫയാസിനെ അറിയില്ലേ? അപ്പൊ താലപ്പൊലിക്ക് നമ്മവിടെ കൂട്ടുകാരന്മാർ സ്റ്റാളുണ്ട്, ശ്രീ കുൽക്കി സർവീസ്. അപ്പൊ അവിടെ നീ വന്നിട്ടുണ്ട്.
അന്നാണ് നിന്നെ ഞാൻ ഫസ്റ്റ് കാണുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളെ കോളേജിൽ കാണുന്നത്. അല്ല ഞങ്ങൾ +2 ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചത്. അല്ല നമ്മ അങ്ങനെ സംസാരിച്ചിട്ടില്ല, ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഫയാസ് പറഞ്ഞു എന്നോട് കൂട്ടുകാരനാണ്. അന്ന് ഞാൻ അല്ല ഇനിയിപ്പോ എന്താണ് ഇനി എവിടേക്കാണ് ട്രിപ്പ് അടുത്തത്? ഇനിയും കുറെ യാത്രകൾ പോകണമെന്നുണ്ട് മൈൻഡിൽ, ഇങ്ങനെ മനസ്സിൽ കുറെ ഉണ്ട് സ്ഥലങ്ങള്. ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇപ്പൊ ഞങ്ങള് പ്ലാൻ ചെയ്യും, ലക്ഷദ്വീപ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും ഞാൻ പറഞ്ഞില്ലേ എന്റെ ഓഡിയൻസിന് ഇഷ്ടം ഓരോരോ ട്രക്കിംഗ് സ്പോട്ട് ഭയങ്കര ഇൻസ്പിറേഷൻ ആണ് അവർക്ക്. പക്ഷെ നമ്മൾക്ക് അത് ഇപ്പോഴും എല്ലാ മാസം നടക്കില്ല, കാരണം നമ്മുടെ ഹെൽത്ത് നോക്കാം. ഒരു ട്രക്കിംഗ് പോയി വരുമ്പോ നമുക്ക് അത്ര ടൈർഡ്നെസ് വരും. അത് നെഗറ്റീവ് പറയണല്ലോ, നമ്മൾ അത്ര എഫർട്ട് എടുത്തിട്ടാണ് വരുന്നത്. അപ്പൊ ഇങ്ങനെ പോണം, ഇനി പ്ലാൻ ഉണ്ട് മനസ്സിൽ, ഒരുപാട് കാര്യങ്ങളുണ്ട്. പോണം, ഇന്റർനാഷണലൊക്കെ പോണം. കാരണം ഇത് പണ്ട് എനിക്ക് പോണമെന്നായിരുന്നു ആഗ്രഹം, ഞാൻ എന്റെ സന്തോഷത്തിനായിരുന്നു. പക്ഷെ ഞാൻ ഇനി ഈ ആഗ്രഹിക്കണത് ഞാനിപ്പോ അച്ചീവ് ചെയ്ത് ഇപ്പൊ എല്ലാരും അറിയണ്ട തന്നെ. ഇനി ഞാൻ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എല്ലാരും അറിഞ്ഞോണ്ടിരിക്കുക, അതിലല്ല കാര്യം. ഇനിയിപ്പോ ഞാൻ വീഡിയോ ചെയ്തിട്ട് ബാക്കിയുള്ളവർക്ക് അതൊരു ഇൻഫ്ലുവൻസ് വരണം പോണത്. അതിനാണ് ഞാൻ ഇനിയുള്ള ലൈഫില് ഈ പോണതും ട്രിപ്പ് പോണതും എന്റെ സന്തോഷത്തിനപ്പുറം ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ എനിക്ക് വേറൊരു നീമ്പുള്ള ഭയങ്കര കോളേജിൽ പഠിക്കുമ്പോ നീമ്പുള്ള പടം വരുമ്പോ ക്ലാസ് അപ്പൊ അതുപോലെ ആളെ നീവനാട്ടനെ 2 പ്രാവശ്യം മീറ്റ് ചെയ്യാനൊക്കെ പറ്റി. അങ്ങനെ സന്തോഷമായ കാര്യം. എന്താണ് നീവനാട്ടൻ കണ്ടപ്പോ? അത് ഞാന് ആദ്യം ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട്, 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ കണ്ടിട്ടുണ്ട്. 5 മിനിറ്റ് ഒരു ഇനാഗ്രേഷൻ വന്നപ്പോ കണ്ടിട്ടുണ്ട്. അതുപോലെ ആ ടൈമിൽ തന്നെ അമ്മ ലെറ്റർ അയച്ചിട്ടുണ്ടായിരുന്നു വീട്ടിക്ക് ലെറ്റർ അയച്ചിട്ടുണ്ടായിരുന്നു. അന്ന് റെസ്പോൺസ് വന്നിട്ട് 5 മിനിറ്റ് തന്നെ കോൾ ചെയ്ത് അത് പക്ഷെ ഓർമ്മയിലുണ്ടാവുന്ന അറിയില്ല. അത് കഴിഞ്ഞ് ഒരു പടത്തിന്റെ സെലിബ്രേഷൻ വന്നിട്ടുണ്ടായിരുന്നു കൊച്ചിയില്. അപ്പൊ അവിടെ വെച്ച് തിയേറ്ററില് ഞങ്ങള് കണ്ടു, ഒരുമിച്ച് കേക്ക് ഒക്കെ കട്ട് ചെയ്തു. അത് കഴിഞ്ഞ് അതിന്റെ പിന്നത്തെ ആഴ്ച നമ്മുടെ ഇരിങ്ങാലക്കുട വന്നിട്ടുണ്ടായി, ചെമ്പശ്ശേരിയിൽ കേക്ക് കട്ടിങ് പരിപാടി തന്നെയായിരുന്നു അവിടെ സെലിബ്രേഷന്. എന്നെ കണ്ടിട്ട് ഞാൻ പാക്കില്ല, ഞാൻ മാർക്ക ക്രൗഡ് ഉണ്ട് ഭയങ്കര, പോകാൻ പറ്റില്ല, ഭയങ്കര ക്രൗഡ് ഉണ്ട്. അപ്പൊ ആള് അകലേന്ന് തന്നെ കണ്ടിട്ട് എന്റെ അടുത്തേക്ക് ഓടി വന്നു. എന്താണ് കുറെ സുഖല്ലേ, ഹാപ്പി ആണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി കേക്കിന്റെ അവിടേക്ക് പോയി. എനിക്ക് അപ്പോഴും കാണാൻ പറ്റില്ല, ഭയങ്കര ക്രൗഡ് ആണല്ലോ. കേക്ക് കട്ട് ചെയ്യണ മുന്നേ 1 മിനിറ്റ് അവനങ്ങോട്ട് വിളിക്കി, അവൻ വന്നിട്ട് ഒരുമിച്ച് കേക്ക് കട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് എല്ലാരും മാറ്റി നിർത്തിയിട്ട് ഒപ്പം പോയി കേക്ക് കട്ട് ചെയ്ത്. എന്റെ ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത മൊമെന്റ് ആളെ ഇവരുടെ ഭാഗത്തുനിന്ന് അങ്ങനത്തെ ഒരു എടുത്തത്. അപ്പൊ അതൊക്കെ ഭയങ്കര സന്തോഷം. നമ്മള് ലൈഫിൽ കുറെ കാര്യം ആഗ്രഹിച്ച് നമുക്ക് നേടാൻ പറ്റി ഇങ്ങനെ ഇരുന്നിട്ട്. സർവ്വമായം കണ്ടോ? എന്ത് കാണും, എന്ത് തോന്നുന്നു നേട്ടം തിരിച്ചു വരണേണ്ട ഒരു? അതെന്തായാലും തിരിച്ചു വരും, ഒരിക്കലും കംബാക്ക് ഉള്ള ആളുണ്ട്, യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എപ്പോഴും പഴയ പോലെ കുറെ നാള് കുറെ ഡയറക്ടേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റിയില്ല. പോയി ആളെ ഭാഗത്ത് നോക്കുമ്പോ അത് ശരിയാണ്. ആള് സേഫ് സോണിൽ വെച്ച് കളിക്കായിരുന്നെങ്കിൽ ആൾക്ക് ഇപ്പോഴും ഹൈ ലെവലില് ബോക്സ് ഓഫീസ് അടക്കി ഭരിച്ച് നടക്കായിരുന്നു. പക്ഷെ ഒരു ആക്ടർ നല്ല രീതിയിൽ എല്ലാ ഭാഗവും നമ്മള് ട്രൈ ചെയ്യണല്ലോ. അപ്പൊ ഇനിയിപ്പോ എന്തായാലും നല്ല പടങ്ങൾ അല്ല, നമ്മൾ അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. നല്ലൊരു നടനാണ്. അപ്പൊ ഇനിയിപ്പോ നമ്മളെല്ലാനും കവർ ചെയ്ത് ഞങ്ങൾ തമ്മിലുള്ളതും പറഞ്ഞ്, എനിക്ക് ചോദിക്കാനുള്ളത് റേസ് പറഞ്ഞപ്പോഴും ചോദിച്ചാണ്, എന്നോട് ചോദിക്കണത് ഈ ഒരു സെറ്റപ്പ് കണ്ടിട്ടെന്ന് തോന്നുന്നു. ഭയങ്കര സന്തോഷാടാ. നമ്മള് പഠിച്ച കോളേജിൽ നിന്ന് ഇറങ്ങിയ കോളേജിൽ നിന്ന് എത്ര ഡെവലപ്പ് ആയല്ലോ നമ്മൾ പഠിച്ച കോളേജില്. നമ്മൾ പഠിക്കുമ്പോ സ്റ്റാർട്ടിങ് ആയിരുന്നല്ലോ, നമുക്ക് ഇതൊന്നും കിട്ടിയിട്ടില്ല, അന്ന് കോഴ്സ് തുടങ്ങിയിട്ടുള്ളൂ. അപ്പൊ നമ്മള് ഇനിയുള്ള ഇവിടെ പഠിക്കുന്ന പിള്ളേര് നല്ല നിലയിൽ എത്തട്ടെ, എത്ര സെറ്റപ്പ് ഒക്കെ കിട്ടിയിട്ട് അവരത് യൂട്ടിലൈസ് ചെയ്തിട്ട് ചെയ്യട്ടെ. അതുപോലെ തന്നെ എനിക്ക് ഞാൻ എപ്പോഴും പറയണ പോലെ ഇപ്പൊ ഞാനിവിടെ വന്ന് വീൽ ചെയറിൽ നിന്ന് സംസാരിച്ച പോലെ നാളെ ഒരു കോളേജിൽ ഇതുപോലെ ഒരു വീൽ ചെയറിൽ ഇരിക്കണ പയ്യൻ പഠിച്ചു വന്ന് നിങ്ങളുടെ ഇടയിൽ ഇതുപോലെ ഇന്റർവ്യൂ ചെയ്യാൻ പറ്റട്ടെ, വരട്ടെ. അതാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം. ലാസ്റ്റ് പറയാൻ പോയെന്ന് വെച്ചാ ഇങ്ങനത്തെ ആയിട്ട് നിക്കണവരോ, മൈൻഡ് ഡൗൺ ആയിട്ട് നിക്കണവരോ, ഞാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പെട്ടെന്ന് എന്തെങ്കിലും വന്ന് ഇമോഷണൽ ആയിട്ട് ആവണേ അവനറിയാം, പെട്ടെന്ന് വീണു. അപ്പൊ അങ്ങനെ നമ്മളെ കടും കൂടുതൽ ഇതായിരിക്കും ഇങ്ങനെയുള്ളവർക്ക് മൈൻഡിലും ചിലപ്പോ പ്രശ്നമായിരിക്കും. അപ്പൊ ഞാൻ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കാമെന്ന് തന്നെ പറഞ്ഞത്. ഞാൻ പറഞ്ഞ അത് സംസാരിക്കാൻ പറ്റട്ടെ, ജീവനെ പോലെ ഒരു 100 ജീവൻ വരട്ടെ.
എന്തായാലും അതൊരു എല്ലാവർക്കും ഒരു മാതൃക ആവട്ടെ. കാരണം മുന്നോട്ട് വരണം എന്നുള്ള അതെ എന്നുവെച്ചാ ഇങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ജീവിതം ഒരു മൂലക്ക് മാറരുത്. നമ്മള് ഒഴിഞ്ഞു നിൽക്കേണ്ട കാര്യമില്ല ഒന്നിനും എന്നുള്ളൊരു സാധനമുണ്ട്. ഇനിയിപ്പോ കൂടുതലൊന്നും ഇല്ല. നമുക്ക് അങ്ങനെ ഒരുപാട് ട്രിപ്പ് പോയതിന്റെ വിശേഷം പറയേണ്ടത് കുറെ ഇന്റർവ്യൂ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ തന്നെ എടുത്ത് ചോദിച്ചതാണ് മെയിൻ കാര്യങ്ങൾ മാത്രം നമുക്ക്. ഇപ്പൊ ഞങ്ങൾ പരിപാടി തുടങ്ങിയപ്പോ നിന്നെ ഞാൻ വിളിച്ചിരുന്നു വേറൊരു ആവശ്യത്തിന്. അപ്പോഴും എന്റെ മനസ്സിലുണ്ടായിരുന്നു നിന്നൊരു പ്രാവശ്യമെങ്കിലും ഇവിടെ കൊണ്ടുവരണം. പിന്നെ നിന്റെ തിരക്ക് കാരണം ഞാന് അപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ അമ്മയുടെ തന്നെ പറഞ്ഞു ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ കൂടുതൽ ട്രാവലിംഗിന്റെ കാര്യമായിരിക്കില്ല പറയാൻ പോണത്. നമ്മുടെ കോളേജിന്റെ ഞാൻ പഠിച്ചത് ഞാൻ എഡിറ്റർ ആണെന്ന് ഇവിടെ വന്നാലും നമുക്ക് പറയാനുള്ള ഒരു ഇത് കിട്ടാം. അതൊന്നും വേറെ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇത്ര ഡീറ്റെയിൽ പറഞ്ഞിട്ടില്ല. അങ്ങനെ കോഴ്സ് എടുത്ത് നമ്മുടെ എഡിറ്റിംഗ് പരിപാടിയൊക്കെ പിന്നെ കോളേജ് കാലഘട്ടം എന്ന് പറഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഇയറും ഫൈനൽ ഇയറും കിട്ടിയിട്ടുള്ളൂ. അത് അതെ, പക്ഷെ നല്ല ഉള്ളോടത്തോളം നല്ല മൊമെന്റ്സ് ആയിരുന്നു. ഡോക്യുമെന്റ് ഫൈനൽ പ്രോജക്റ്റിന് അങ്ങ് ഒരു ടീമായിരുന്നു. അത് രസമുള്ള കൊടുകുപ്പള്ളി. അത് മറ്റേ എക്സാമിന് വരുന്ന ആൾക്ക് ഫസ്റ്റ് സെം മുതൽ ഫൈനൽ സെം വരെ എക്സാമിന് വരുന്ന ആൾ ഞാൻ ഏത് പ്രാവശ്യമൊക്കെ വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ കൊടുകുപ്പള്ളി ആരെങ്കിലും വിഷയമാക്കിയിട്ടുണ്ട്. എന്നുവെച്ചാ അതുകൊണ്ട് ഇപ്പൊ തൊട്ടുള്ള സാർമാര് പറഞ്ഞിട്ട് കൊടുകുപ്പള്ളിക്ക് ആരും പോകരുത് പ്രൊജക്ട് ചെയ്യാനായിട്ട്. കൊടുങ്ങപ്പള്ളി നമ്മ പ്രൊജക്ട് ചെയ്തല്ല ഫൈനൽ ഇയർ ഇപ്പൊ നമ്മളോട് എക്സാമിന് വന്ന സാർ പറഞ്ഞിട്ടല്ല. ഞാൻ എല്ലാ പ്രാവശ്യം വരുമ്പോ ആരെങ്കിലും ഒരാൾ കൊടുങ്ങപ്പള്ളി ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് അതിന് ശേഷം വന്ന പിള്ളേരോട് മൈനാക്സ് പറഞ്ഞു കൊടുങ്ങപ്പള്ളിക്കാരെങ്കിലും പോയി കഴിഞ്ഞാൽ പേര് ആള് ചെയർമാൻ സെക്രട്ടറി കണ്ടായിരുന്നു. ഫുൾ സപ്പോർട്ട് ചെയർമാൻ. അപ്പൊ നല്ല സഹകരണമായിരുന്നു ആള്. അന്ന് നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റിയത് കൊണ്ടാണ് ഇപ്പോഴും ട്രിപ്പ് ട്രാവലിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഞാൻ ഈ ഒരു പ്രൊഫഷനിൽ എത്തിയത്. കാരണം ഇങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യും വലുതാകുമ്പോ എന്ത് ചെയ്യാൻ പറ്റും, ഏത് മേഖലയിൽ ഇപ്പോഴും കുറെ പേർക്ക് ജോലികൾ സാധ്യത ആലോചിച്ച് ടെൻഷനാണ്, അറിയില്ല. ഒരു എഡിറ്റിംഗ് എന്ന് പറയുന്നത് വീൽ ചെയറിൽ ഇരുന്നിട്ട് ഒരു എഡിറ്റർ ആയി എന്നുള്ള രീതിയിൽ എനിക്ക് ഭയങ്കര അച്ചീവ്മെന്റ്. അതെന്ന് വെച്ചാൽ നമ്മള് ബാക്കിയുള്ള ഒരു സ്ട്രഗിളിങ് അവിടെ നമ്മള് ഒരു ഇപ്പൊ വീൽ ചെയറിൽ ഇരിക്കുന്നവർക്ക് എന്തായാലും കൈകൊണ്ടുള്ള ജോലിയായിരിക്കും മെയിൻ ആയിട്ട് പറ്റുക. അപ്പൊ എഡിറ്റിംഗ് ഉള്ള ഒരു സാധ്യത ഉണ്ട് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ടല്ലോ. ആ സിസ്റ്റം മതിയല്ലോ. നമ്മുടെ മൈൻഡിലുള്ള കഴിവാണ് ചെയ്യണത് പരിപാടി. നമുക്ക് മൈൻഡ് അപ്പ് ചെയ്യാന്ന്. ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാനുണ്ട്. ഞാൻ പറഞ്ഞില്ലേ പോലെ ട്രിപ്പിന്റെ വിശേഷങ്ങൾ പറയാനായിട്ട് എന്തായാലും നമുക്ക് പിന്നീട് ഒരു അവസരത്തിൽ ഇനിയൊരു അച്ചീവ്മെന്റ്സ് വരുമ്പോ നമ്മ ഇനി വിളിക്കാം, അല്ലെങ്കിൽ ഇങ്ങോട്ട് വിളിച്ചോ. കാരണം എനിക്കിപ്പോ ഭയങ്കര സന്തോഷമാണ് നമ്മുടെ കോളേജിൽ വന്നിട്ട് നമ്മുടെ പഠിച്ച പിള്ളേരൊപ്പം ഇരുന്ന് ഇതുപോലെ ഒരു പോഡ്കാസ്റ്റ് സംസാരിക്കാൻ പറ്റണത്. അത് ഭയങ്കര സന്തോഷം. ഇനിയിപ്പോ ഗസ്റ്റ് ആയിട്ട് വരണ്ട നിനക്ക്. എടാ നമുക്കൊരു പോഡ്കാസ്റ്റ് ചെയ്യാൻ പറ്റുമോന്ന് ചോദിച്ചാൽ നീ പോര്, നമ്മളിവിടെ സ്ഥിരം ചെയ്യണാണ്. സംസാരിക്കാം. ഞാൻ വരുമ്പോഴാണെങ്കിൽ നമ്മുടെ ഒപ്പം പഠിച്ച എന്റെ പിള്ളേരും കൊണ്ടുവരാം. അവരിപ്പോ പല രീതിയിലും പല മേഖലയിൽ വർക്ക് ചെയ്യണവരാണ്. എന്റെ ഗ്യാങ്ങിൽ കുറെ പേരുണ്ട്, പക്ഷെ അവർക്ക് എല്ലാ തിരക്കും ജോലിയും കാരണം എത്താൻ പറ്റിയിട്ടില്ല. അപ്പൊ നമ്മുടെ ഒപ്പം ബ്രോ ഉണ്ട്, നമ്മുടെ ട്രക്കിങ്ങിനും എല്ലാം തന്നെ നമ്മുടെ കട്ടസ് ശങ്കരെ ആണ് വിളിക്കാത്ത പേര് ബാദുഷ. ഇവിടെ ഉണ്ട് ആള്. എന്താണ് ജീവനെ പറ്റിയുള്ള ഒരു ജീവനെ കൂടെ പോയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്? ജീവനെ പറ്റി പറയാന്ന് പറഞ്ഞാല് ഞങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഇടയില് ഇപ്പൊ നമ്മ പറയാലോ പുറത്തുനിന്ന് പോലെയല്ലോ ഡിസേബിൾ ആയ ഒരു പേഴ്സൺ എന്നുള്ള നമ്മുടെ ഇടയിൽ ഇല്ല. ഞങ്ങളെ പോലെ തന്നെ ഒരാള് നമുക്ക് എന്തും പറയാം. അതേമാതിരി തന്നെ അവനാണ് കൂടുതൽ ഇനിഷ്യേറ്റീവ് എടുക്കുക. നമ്മൾ എന്തെങ്കിലും ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവൻ പറയുന്നോട് പോയല്ലോ. ചിലപ്പോൾ ഉച്ചക്കായിരിക്കും അല്ലെങ്കിൽ വൈകിട്ട് പറയും നമുക്ക് ഇന്നോട്ട് പോവാം. മറ്റൊറ്റ മൈൻഡ് എന്ന് പറയുന്ന പോലെ തീരുമാനിക്കാൻ പോവാ. അതെ, ഓൾമോസ്റ്റ് നമ്മപ്പ ഇതിന്റെ മാത്രല്ല കേട്ടോ, ഫുഡ് ആയാലും ഞാനൊരു ഷെഫാണ്. അപ്പൊ ഇവന്മാര് ഫുഡിന്റെ കാര്യം പറഞ്ഞാലും
നമുക്ക് ഓക്കെയാണ് നമ്മുടെ ട്രിപ്പിലൊക്കെ ആയാലും ആളെന്നെയായിരിക്കും കുക്ക് ചെയ്യാ കൂടുതൽ ഫുഡൊക്കെ. ജീവൻ വിളിക്കണം എന്ന് പറഞ്ഞപ്പോൾ എന്തായാലും വന്നതിൽ സന്തോഷം. ഇനിയിപ്പോ വൈകിട്ട് പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ നമ്മളോട് ഇത്ര നേരം സംസാരിച്ചിട്ട് ഇതിനോട് താങ്ക്സ് ഉണ്ട്. എനിക്കും വളരെയധികം സന്തോഷം നിങ്ങളൊപ്പം ഇത്ര നേരം ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയതിൽ. നമ്മുടെ പോഡ്കാസ്റ്റിക്ക് കുറച്ച് സമയം തന്നതിൽ സംസാരിക്കാൻ വന്നതിൽ ഒരിക്കലും ഞാനിപ്പോ എത്ര തിരക്കുണ്ടെങ്കിലും മാറ്റിക്കും. കാരണം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വളരെ സന്തോഷം. ഞാൻ പഠിച്ച കോളേജിൽ വന്നിട്ട് നിങ്ങളൊപ്പം സംസാരിക്കാൻ പറ്റിയതിൽ. അപ്പൊ നമുക്ക് അടുത്തൊരു പോഡ്കാസ്റ്റിൽ അടുത്തൊരു വിഷയമായിട്ട് വീണ്ടും കാണാം.